ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിലേക്ക് തകർന്നടിഞ്ഞ ആ കുട്ടി പോയെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല. കാരണം എവിടെയെങ്കിലും ആ കുട്ടി ഉണ്ടാവും, അർജുൻ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് നമ്മളുടെ ഈ ദിവസങ്ങളിൽ, ഈ ഇന്നലെ ഇന്നുമായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എപ്പോഴെങ്കിലും തിരികെ വരും എന്നുള്ള ചെറിയ പ്രതീക്ഷ എല്ലാവരുടെയും, മലയാളികളുടെ, അവരുടെ കുടുംബത്തോടൊപ്പം എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ടായിരുന്നു. തിരികെ കിട്ടില്ല, കുറേ ദിവസങ്ങളായി, ഇത്രയും ദിവസങ്ങളായി, ഇനിയിപ്പോൾ തിരികെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചെങ്കിലും നമുക്ക് മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ, വീണ്ടും അവൻ എവിടെയെങ്കിലും ഉണ്ടാവും, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ ഓടിച്ചിരുന്ന വാഹനം, അതിനോടൊപ്പം അതിൽ ശേഷിക്കുന്ന കുറച്ച് ശേഷിപ്പുകളുമായിട്ട് നമ്മുടെ അർജുനെ തിരികെ കിട്ടിയിരിക്കുകയാണ്. വളരെയേറെ സങ്കടമുണ്ട് ഈ വാർത്ത നമുക്ക് കേട്ടപ്പോൾ. പക്ഷേ ഒരു സമാധാനവും ഉണ്ട്. ഇനി എവിടെ പോയി, അർജുൻ എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു അവസാനം കണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖത്തോടു കൂടി നമ്മൾ മലയാളികൾ എല്ലാവരും, അവരുടെ കുടുംബത്തോടൊപ്പം മലയാളികളെല്ലാവരും ഏറെ ദുഃഖത്തോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു അർജുൻ്റെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ അർജുൻ എവിടെ എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം നമുക്ക് എന്തായാലും കിട്ടിക്കഴിഞ്ഞു. ആ കുട്ടി നമുക്കെല്ലാവർക്കും സഹോദരനായിരുന്നു, മകനായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അനിയനായിരുന്നു, ചേട്ടനായിരുന്നു, അങ്ങനെ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. കുടുംബത്തിലെ അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും അളിയൻ്റെയും അനുജൻ്റെയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവൻ. അവൻ്റെ മോന്, ആ കുട്ടിയുടെ മോന് ഒക്കെ എല്ലാവർക്കും വലിയ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥ വരുത്തിക്കൊണ്ട് പൈതൽ കടന്നു പോയിരിക്കുകയാണ്. യാത്ര പോലും പറയാൻ സമയം കിട്ടാതെ, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. വളരെയേറെ സങ്കടം, വളരെ ദുഃഖം, എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഓടി നടന്ന അവരുടെ കുടുംബം, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, ആ വണ്ടിയുടെ ഉടമ മനാഫ് എന്ന് പറയുന്ന ആ പ്രിയ സഹോദരൻ്റെ കഷ്ടപ്പാട്, അതുപോലെ ഇതിനു വേണ്ടി പരിശ്രമിച്ച കർണാടക സർക്കാർ, നമ്മുടെ കേരള സർക്കാർ, എല്ലാവരും ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കാര്യമാണ്. നമ്മളാരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ അർജുനൊരു വികാരമായിരുന്നു, ഒരു എന്താ പറയുക, നല്ലൊരു ഓർമ്മയായിരുന്നു അർജുൻ. നമുക്കെല്ലാവർക്കും തിരിച്ചു വരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എല്ലാ മലയാളികൾക്കും. പക്ഷേ നമ്മുടെയൊക്കെ പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ വണ്ടിയും അവശിഷ്ടങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ആ കുടുംബത്തിന് ഒരു യാത്രയയപ്പ് നൽകാനുള്ളൊരു ശേഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലവർക്കൊരാശ്വാസമുണ്ട്. എന്തായാലും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നു. വളരെ ദുഃഖത്തോടു കൂടി യാത്രാ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു.